ദിവസം പുറത്തുവന്ന ദിയ കൃഷ്ണയുടെ വിവാഹ വീഡിയോകളിൽ എല്ലാവരും ശ്രദ്ധിച്ചത് കൃഷ്ണകുമാറിന്റെ മറ്റു 3 മക്കളെയുമാണ്. ഞങ്ങൾ 3 പേരും അവളെ പോലെ തന്നെ ഒരുങ്ങി നിൽക്കണമെന്നുള്ള ആഗ്രഹം അവൾക്ക് തന്നെയായിരുന്നുവെന്നാണ് അഹാന തന്നെ ഇന്നലെ പുറത്തുവന്ന കാര്യങ്ങളിൽ പറഞ്ഞത്. 3 സഹോദരിമാരിൽ എല്ലാവരും ശ്രദ്ധിച്ചത് അഹാനയാണ്. കാരണം ദിയയ്ക്ക് 26 വയസ്സും അഹാനയ്ക്ക് 29 വയസ്സുമാണ്. അതുകൊണ്ട് അഹാനയുടെ വിവാഹമായിരിക്കും ആദ്യമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതിൽ ഉടനെ ഉണ്ടാകില്ല എന്നുള്ള കാര്യമാണ് അഹാന കൂടി അറിയിക്കുന്നത്. ഇപ്പോഴത്തെ അഹാനയുടെ ലുക്കാണ് ഏറ്റവും കൂടുതൽ പ്രശസ്തമായി മാറുന്നത്. കാരണം അവർ 4 പേരിൽ ഏറ്റവും കൂടുതൽ സുന്ദരി അഹാനയായിരുന്നു കഴിഞ്ഞ ദിവസമെന്നാണ് പ്രേക്ഷകരെല്ലാവരും പട്ടുകണ്ട് പറഞ്ഞത്. അഹാനയുടെ വസ്ത്രം തന്നെ അത്ര മനോഹരമായിരുന്നു എന്ന് പറയണം. അഹാനയ്ക്ക് ഗോൾഡും ചുവപ്പും പിങ്കും കലർന്ന ഒരു സിൽക്ക് സാരിയായിരുന്നു. എംലോട്ട്സ് ബൈ ജോയൽ തന്നെയാണ് അഹാനയ്ക്കും സാരി കൊടുത്തത്. അതായത് ദിയയുടെ വിവാഹ സാരി ചെയ്ത അതേ കമ്പനി തന്നെയാണ് അഹാനയ്ക്കും സാരി നൽകിയത് എന്നതാണ്. അഹാന ആദ്യം പറഞ്ഞത് ചെന്നൈയിൽ നിന്നാണ് സാരി വരുന്നത് എന്നാണ്. എന്നാൽ ഇപ്പോൾ എംലോഫ്റ്റുകാർ തന്നെയാണിത് ചെയ്തതെന്നും പറയുന്നുണ്ട്. ഈ സാരിയെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ നിരവധി പേർ ചോദിക്കുന്നുണ്ട്. ഒരു ടിഷ്യൂ സിൽക്കിലെ സാരിയാണ് അഹാന ധരിച്ചിരുന്നത്. ചുവപ്പും പിങ്കും ഗോൾഡും കലർന്ന രീതിയിലായിരുന്നു അഹാനയുടെ സാരി. അധികം ആഡംബരമൊന്നും ഇല്ലാത്ത ഒരു ചെറിയ ഡിസൈനർ ബ്ലൗസ് കൂടിയായിരുന്നു അഹാന ചെയ്തത്. ബ്ലൗസിന്റെ ഡിസൈൻ നോക്കുന്ന സമയത്ത് പോലും അഹാന വളരെ ഭംഗിയായി അതിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അഹാന തന്നെയാണ് ബ്രൈഡ് എന്ന് തോന്നിപ്പോയി എന്നും ദിയ ഒരു മേക്കപ്പ് പോലും ഇല്ലാതെ സുന്ദരിയായിരുന്നുവെന്നും എന്നാൽ അഹാന മേക്കപ്പിലും ഒരു വലിയ വധുവിനെ പോലെ തോന്നിയെന്നും പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് നിരവധി പേർ അഹാനയുടെ വിശേഷങ്ങൾ ഏറ്റെടുക്കുന്നതും. ശരിക്കും പറഞ്ഞാൽ ഇളയ സഹോദരിയുടെ വിവാഹത്തിന് അഹാന ഒരുപാട് ഓടി നടന്ന കാര്യങ്ങൾ ചെയ്തുവെന്നും ആ വീട്ടിൽ എല്ലാ കാര്യങ്ങളും പൊതുവെ പ്ലാൻ ചെയ്യുന്ന ഒരാളാണ് അഹാനയെന്നും പറയണം. ഇഷാനിയും ഹൻസികയും ഒപ്പം തന്നെ നിന്നുവെന്നും പറയുന്നു. ഒരു പിങ്ക് ആൻഡ് പീച്ച് ഷെയ്ഡിലുള്ള വസ്ത്രമായിരുന്നു ഇഷാനിയും ഹൻസികയും അണിഞ്ഞെത്തിയത്. എല്ലാവരും വ്യത്യസ്തരായിരുന്നു. എന്നാൽ വ്യത്യസ്തമാണോ എന്ന് ചോദിച്ചാലും ഒരേ ഷെയ്ഡുകളായിരുന്നുവെന്നും പറയാം. അത്തരത്തിലായിരുന്നു ഇവരുടെ വിവാഹം നടന്നത്. എല്ലാവരും പീച്ച് ഷെയ്ഡിൽ, അതായത് ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. പേസ്റ്റൽ എന്ന് പറയുമ്പോൾ ഗോൾഡിലും അതുപോലെ പിങ്കിലും ഗ്രീനിലും ഒക്കെ ആകാം. സാധാരണ വധൂവരന്മാരൊക്കെ തന്നെയും വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് തിരഞ്ഞെടുക്കാറ്. എന്നാൽ അഹാനയുടെ അനുജത്തി മാത്രമാണ് പീച്ച് ഷെയ്ഡ് തിരഞ്ഞെടുത്തത്. അതോടെ തന്നെ ഈ കല്യാണവും വളരെ വ്യത്യസ്തമായി മാറുകയായിരുന്നു. ബാക്കിൽ പൂക്കൾ കൊണ്ട് നിറച്ച ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി ആയപ്പോൾ ഇവരുടെ വസ്ത്രങ്ങളെല്ലാം തിളങ്ങി നിൽക്കുകയായിരുന്നു എന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് നിരവധി പേർ ഇക്കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. കാരണം അവർക്ക് സോഷ്യൽ മീഡിയ വഴിയാണ് ഇവരെ എത്രയും സുപരിചിതമായി മാറുന്നത്. ദിയ ഒരു സിനിമയിൽ പോലും അഭിനയിക്കാതെ ഇത്രയും ആരാധകരെ നേടിയത് തന്റെ യൂട്യൂബ് ചാനൽ വഴിയാണെന്ന് പറഞ്ഞേ മതിയാകൂ. അതുകൊണ്ട് തന്നെയാണ് ദിയയുടെ വിവാഹം യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം തരംഗമായി മാറുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.